നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഏതെങ്കിലും രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമം പാലിക്കുക എന്നത് സാമാന്യ മര്യാദയാണ്. എന്നാൽ ഞങ്ങളുടെ നിയമങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും ഞങ്ങൾ ആരുടെയും നിയമം പാലിക്കില്ലെന്നും നിർബന്ധം പിടിച്ചാൽ എന്താണ് ചെയ്യാനാവുക? ആ പരിപാടി ഇവിടെ നടക്കില്ലെന്ന് തുറന്നു പറയുക. അതാണ് ഫ്രഞ്ച് സർക്കാരും ചെയ്തിരിക്കുന്നത്. ഒളിമ്പിക്സ് മത്സരങ്ങളിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് പങ്കെടുക്കണമെന്ന് ഫ്രഞ്ച് താരത്തിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ് ഫ്രാൻസിലെ ഒളിമ്പിക്സ് കമ്മിറ്റി. ഫ്രാൻസിന്റെ റിലേ താരമായ സുൻകാംബ സില ആണ് സംഭവത്തിൽ പരാതിയുമായി രംഗത്തെത്തിയത്. സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പോലും ഹിജാബ് ധരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ തനിക്ക് മാറി നിൽക്കേണ്ടി വരുന്നു എന്നാണ് സില പരാതിപ്പെട്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള മതചിഹ്നങ്ങളും പൊതുസമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നതാണ് ഫ്രഞ്ച് സർക്കാരിന്റെ പൊതുവെയുള്ള നയം. ഒരു മതരഹിത സമൂഹമാണെന്നുള്ളതാണ് ഫ്രാൻസിന്റെ അസ്തിത്വം എന്നും അതുമായി എല്ലാവരും പൊരുത്തപ്പെടണം എന്നുമാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലെ പൊതുമേഖലാ തൊഴിലാളികൾക്ക് ബാധകമാകുന്ന തരത്തിലുള്ള മതേതര തത്വങ്ങൾ ഫ്രഞ്ച് ഒളിമ്പ്യന്മാർക്കും ബാധകമാണ് എന്നാണ് വിഷയത്തിൽ ഫ്രഞ്ച് ഒളിമ്പിക്സ് കമ്മിറ്റി പ്രതികരിച്ചിരിക്കുന്നത്. കായിക മത്സരങ്ങളിൽ ഫ്രാൻസിനെ പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങൾ ശിരോവസ്ത്രം ഉൾപ്പെടെയുള്ള മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കരുത്, വിലക്കുമെന്ന് ഫ്രഞ്ച് കായിക മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഫ്രാൻസ് അതിന്റെ ദേശീയ ടീമുകളിൽ അത്ലറ്റുകൾ ഉൾപ്പെടെ ഓരോ വ്യക്തിയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യവും മനസാക്ഷിയും മതവും സംരക്ഷിക്കുന്നു. ഫ്രാൻസിലെ സ്പോർട്സ് മൈതാനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതിന് പൊതുവായ വിലക്കൊന്നുമില്ലെന്നും എന്നാൽ അതിന്റെ ദേശീയ ടീമുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അത്ലറ്റുകൾ പൊതുസേവനത്തിൽ പങ്കെടുക്കുന്നവരായി കണക്കാക്കുമെന്നും അതിനാൽ മതേതരത്തെക്കുറിച്ചുള്ള നിയമങ്ങൾക്ക് അവർക്ക് വിധേയമാണെന്നും അധികൃതർ വ്യക്തമാക്കി. സുൻകാംബ സിലയുടെ പരാതി പരിഗണിച്ച് ഫ്രഞ്ച് കായിക മന്ത്രാലയവും ഫ്രഞ്ച് അത്ലറ്റ് ഫെഡറേഷനും ഹിജാബ് വിലക്കുമെന്ന നടപടിയിൽ ഉറച്ചുനിന്നു. മറ്റു രാജ്യത്തു നിന്നുള്ള കായിക താരങ്ങൾക്ക് ഈ വിലക്കില്ലെങ്കിലും ഫ്രാൻസിനെ പ്രതിനിധീകരിക്കുന്നവർക്ക് യാതൊരുവിധ മതചിഹ്നങ്ങളും പ്രദർശിപ്പിക്കുവാൻ അനുമതി ഉണ്ടായിരിക്കുന്നതല്ല എന്ന് കായിക മന്ത്രാലയം അറിയിച്ചു. തുടർന്ന് സിലയുമായി ഫ്രഞ്ച് കായിക മന്ത്രാലയവും പാരീസ് ഒളിമ്പിക്സ് കമ്മിറ്റിയും നടത്തിയ ചർച്ചയെ തുടർന്ന് ആവശ്യമെങ്കിൽ തൊപ്പി ധരിച്ചുകൊണ്ട് പങ്കെടുക്കാം എന്ന തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഈ നിർദ്ദേശത്തിന് സില വഴങ്ങിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ നിലപാട് മതപരമായ കാര്യങ്ങളിൽ ഫ്രാൻസ് മുന്നോട്ട് കർശനമായി വയ്ക്കുന്ന തത്വമായ ലെയ്സിറ്റയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് മതഭരണകൂടത്തെ കാര്യങ്ങളിൽ നിന്നും വേർതിരിക്കുന്നതും പൊതുസേവന റോളുകളിൽ ഹിജാബ് പോലുള്ള മതചിഹ്നങ്ങളെ നിരോധിക്കുന്നതുമായ മതേതരത്വത്തിന്റെ ഒരു രൂപമാണ്. ഫ്രഞ്ച് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബുധനാഴ്ച ഫ്രാൻസിനെ പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങൾ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് ഊന്നിപ്പറഞ്ഞു. അതായത് ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ടെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളണമെന്നുമാണ് ഫ്രാൻസ് കൃത്യമായി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.